Ladies and gentlemen, this is Adesh and welcome to my comedy. തമിഴിൽ നിന്ന് ഒരു റോംകോം ഇപ്പൊ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പ്യാർ പ്രേം കാതലല്ല, അത് നമ്മുടെ ഹരീഷ് കല്യാണിന്റെ പടം. ഇത് പ്യാർ പ്രേം കല്യാണം നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, എളൻ. പിന്നെ നമ്മുടെ കുടുംബസ്ഥൻ പറഞ്ഞൊരു സിനിമയുണ്ട് മണികണ്ഠന്റെ, അതിലെ നായികയായിട്ട് അഭിനയിച്ച കൊച്ച് രാധിക ശരത് കുമാർ, MS ഭാസ്കർ, യോഗി ബാബു, അങ്ങനെ നല്ലൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കണ്ടതാണ്. കാരണം ഇപ്പൊ തമിഴിൽ നിന്ന് വരുന്ന റോംകോം 10 പൈസയ്ക്ക് കൊള്ളാത്ത സാധനങ്ങളാണ്. അത് ചുമ്മാ ഇരുന്ന് കണ്ടതാണ്. കാരണം ഇതിന്റെ ട്രെയിലർ എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. നൈസ് പടം, സിമ്പിൾ പടം, നൈസ് പടം. സോ ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇതിപ്പോ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പടം പൊട്ടിയിട്ടുണ്ടാവും. കാരണം OTT ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഒരിക്കലും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയല്ല, പ്യുവർ OTT മെറ്റീരിയൽ. സോ ഫാമിലി ആയിട്ടൊക്കെ ഒരു റോംകോം ഒക്കെ കാണണം വെച്ചാൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. സോ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നായകൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ജീവിതത്തിൽ ഒരേ ഒരു അംബീഷനേ ഉള്ളൂ, പ്രേമിച്ച് കല്യാണം കഴിക്കണം. ആളുടെ തന്തപ്പിടിയായിട്ട് നമ്മുടെ MS ഭാസ്കർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡാഡാണ്. ഇവര് തമ്മിലൊരു കോമ്പിനേഷൻ സീൻസ് നൈസ് ആയിരുന്നു, നല്ല രസമുണ്ട്. പിന്നീട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രേമിക്കാൻ വേണ്ടിയിട്ട് ജോലിയൊക്കെ കളഞ്ഞ് നമ്മുടെ അണ്ണൻ നാട്ടിലോട്ട് വരികയാണ്. അവിടെ വെച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കാണുന്നു, കല്യാണം കഴിക്കുന്നു, പ്രേമിക്കുന്നു, ഇതൊക്കെ നടക്കുന്നു. ഇതിലിപ്പോ എന്ത് പുതുമയുള്ളത്? ഇതന്നെയല്ലേ എല്ലാ അപരാധ റോംകോമിലുള്ളത്. എന്നാ പുതുമയുണ്ട്. സാധാരണ കല്യാണം കഴിഞ്ഞാൽ നേരെ നായകന്റെ വീട്ടിലോട്ടാണ് പോകാറുള്ളത്. ഇത് നായികയുടെ വീട്ടിലോട്ട് പോകും. പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ ഇതിന്റെ ട്വിസ്റ്റ് ഒന്നും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഇതിന്റെ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എനിക്ക് ഈ സിനിമയുടെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നു. ഇത് മറ്റേ ഓവർ ദ ടോപ്പ് പരിപ്പ് വട ആ സാധനമാണ്. ഓവർ ദ ടോപ്പ് ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആൻഡ് ഇറിറ്റേറ്റിംഗ് ആ. എനിക്ക് ചില സീൻസ് ഒക്കെ കലി വന്നു കണ്ടിട്ട്. എന്നാൽ പിന്നീട് ഇവരെ കല്യാണമൊക്കെ കഴിയില്ല. ആ ഒരു പോർഷൻ അവിടുന്ന് അങ്ങോട്ട് നൈസാണ്. ഈ ചെറുക്കൻ ഈ പെണ്ണിന്റെ വീട്ടിലോട്ട് പോകും. ആ പെണ്ണിന്റെ അമ്മയായിട്ട് രാധിക ശരത് കുമാറാണ്. പിന്നെ അവര് തമ്മിലുള്ള ചെറിയ കോൺഫ്ലിക്ട്സ്, അങ്ങനത്തെ പരിപാടിയൊക്കെ നല്ല രസമാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ഫൺ പരിപാടിയാണ്. നല്ലോണം ചിരിക്കാനുണ്ട്. ഞാൻ കുറെ ചിരിച്ചു. നല്ല നല്ല മെസ്സേജസ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട്. എല്ലാത്തിനും നല്ലൊരു മിക്സ്, ഗംഭീര മിക്സ് എന്നൊന്നും ഞാൻ പറയില്ല, നല്ലൊരു മിക്സ്. അങ്ങനെ നല്ലൊരു പടം. പെർഫോമൻസ് വൈസ് ആ എളൻ പറഞ്ഞ പയ്യനാണെങ്കിലും, ഈ കൊച്ച് കുടുംബസ്ഥനിലെ നായികയെ കൊച്ചാണെങ്കിലും, രാധിക ശരത് കുമാർ ആണെങ്കിലും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഇതില് എടുത്തു പറയേണ്ട യോഗി ബാബു ആണ്. കാരണം യോഗി ബാബു റീസെന്റ് ആയിട്ട് അഭിനയിച്ച സകലമാന പടത്തിലും വെറുപ്പിക്കലാണ്. എന്നാൽ ഇതിൽ വെറുപ്പിച്ചിട്ടില്ല. ഒരു നല്ല സീൻ ഉണ്ട് കേട്ടോ യോഗി ബാബുവിന്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് MS ഭാസ്കറിന്റെ പെർഫോമൻസ് ആണ്. അങ്ങേര് ഇത് എങ്ങനത്തെ ഈ സ്ട്രിക്റ്റ് തന്തപ്പിടിയൊക്കെ ആവാൻ ബെസ്റ്റ് ആണ്. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ യുവൻ ശങ്കർ രാജയാണ്. നല്ല സ്കോറും പരിപാടിയായിരുന്നു. സോ ഓവറോൾ ആ നൈസ് റോംകോം. ഞാൻ പറയില്ല, കമ്പയറിംഗ് ടു റീസെന്റ് തമിഴ് റോംകോം അപരാധങ്ങൾ. കാരണം റോം കോമാളിത്തരമാണ് ഇപ്പൊ ഇറങ്ങുന്നതൊക്കെ. അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് നൈസ്. ഈ ഇടയ്ക്ക് ഹാർട്ടിൻ പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആരൊക്കെ നല്ല സിനിമയെന്ന് പറഞ്ഞു. എനിക്കൊക്കെ അത് പ്യുവർ വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ല സിനിമയാണ്. വേണ്ടവർ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് ദയവ് ഇത് പോവാതിരിക്കുക. ദിസ് ഇസ് എ OTT സിനിമ, അതേപോലെ OTT മെറ്റീരിയൽ ആണ്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കണ്ടു നോക്കുക. സോ പ്യാർ പ്രേം കല്യാണം is streaming on Netflix.